നമസ്കാരം. വാർത്താ ചാനലുകളോട് മലയാളികൾ മുഖം തിരിക്കുകയാണോ? നാടകീയമായ വമ്പൻ സംഭവങ്ങളില്ലെങ്കിൽ പ്രൈം ടൈം ചർച്ചകൾക്കപ്പുറം വാർത്താ ചാനലുകളോട് കൂട്ടുകൂടാൻ പ്രേക്ഷകർക്ക് താല്പര്യമില്ലേ? ആഗോള അയ്യപ്പ സംഗമം അടക്കം അരങ്ങേറിയിട്ടും പോയ വാരം പ്രേക്ഷക പങ്കാളിത്തം കുറവായിരുന്നു എന്നത് ഇരുത്തി ചിന്തിപ്പിക്കുന്നതാണ്. ആഗോള അയ്യപ്പ സംഗമത്തിന് NSSും SNDPയും പിന്തുണ പ്രഖ്യാപിച്ചതും സംഗമത്തിന് ആൾ കുറഞ്ഞതുമൊക്കെ ചൂടൻ വിഷയങ്ങളായി അന്തരീക്ഷത്തിലുണ്ടായിരുന്നെങ്കിലും ബാർക്ക് ചാനൽ റേറ്റിംഗിൽ ആ ആവേശം പ്രതിഫലിച്ചില്ല. പോയ വാരം ചാനലുകളിലേക്ക് കാഴ്ചക്കാരുടെ കുത്തൊഴുക്കുണ്ടായില്ല. സ്വാഭാവികമായും റേറ്റിംഗിൽ അത് പ്രതിഫലിച്ചു. ഏഷ്യാനെറ്റ് ന്യൂസ് അടക്കം എല്ലാ ചാനലുകളുടെയും പോയിന്റ് കുറഞ്ഞു. 82 പോയിന്റ് നേടിയാണ് ഏഷ്യാനെറ്റ് ന്യൂസ് മുന്നിലെത്തിയത്. എന്നാൽ തൊട്ടു മുമ്പത്തെ ആഴ്ചയെ അപേക്ഷിച്ച് 2 പോയിന്റ് നഷ്ടം ചാനലിനുണ്ടായിട്ടുണ്ട്. രാഷ്ട്രീയ വിഷയങ്ങളുടെ വാർത്താ റിപ്പോർട്ടിൽ ഏഷ്യാനെറ്റ് പുലർത്തുന്ന വിമർശനാത്മക സമീപനം കാരണമാകണം റേറ്റിംഗ് കാര്യമായി ഇടിയാതെ ഒന്നാം സ്ഥാനത്ത് തുടരാൻ തുണയായത്. സർക്കാർ അനുകൂല നിലപാട് സ്വീകരിച്ച റിപ്പോർട്ടർ TV 66 പോയിന്റോടെ 2ാം സ്ഥാനത്തെത്തി. എന്നാൽ മുൻ ആഴ്ച റിപ്പോർട്ടർ TVക്ക് 68 പോയിന്റായിരുന്നു. വാർത്തകളെ വിനോദവും ഷോയുമാക്കി മാറ്റുന്ന റിപ്പോർട്ടർ ശൈലിക്ക് മുന്നിലാണ് 24 ന്യൂസിന് കാലിടറിയത്. ഇടക്കാലത്ത് റിപ്പോർട്ടർ ഏഷ്യാനെറ്റിനെയും കടത്തിവെട്ടിയെങ്കിലും അത് വമ്പൻ കാഴ്ചാവിരുന്നുകൾ വരുന്ന വാരങ്ങളിൽ മാത്രമാണ് സംഭവിച്ചതെന്നാണ് വിലയിരുത്തേണ്ടത്. പരിപാടികളിൽ മാറ്റം വരുത്തി കളം പിടിക്കാൻ നോക്കുന്ന ശ്രമത്തിൽ 24 ന്യൂസിന് 2 പോയിന്റ് ഉയർന്ന് 50ആയി. വാർത്താ അവതരണത്തിൽ കാതലായ മാറ്റങ്ങൾ കൊണ്ടുവന്നാൽ മാത്രമേ 24ന് റേറ്റിംഗിൽ കുതിച്ചുചാട്ടത്തിന് കഴിയൂ. 35ാം വാരം 4ാം സ്ഥാനത്തേക്ക് തിരികെ കയറിയ മനോരമ ന്യൂസിന് 37ാം വാരവും അത് നിലനിർത്താൻ സാധിച്ചു. മനോരമയ്ക്ക് മുൻവാരത്തെ അപേക്ഷിച്ച് 3 പോയിന്റ് കുറഞ്ഞതോടെ മാതൃഭൂമിയുമായി 1 പോയിന്റിന്റെ വ്യത്യാസമാണുള്ളത്. 34 പോയിന്റുമായി 5ാം സ്ഥാനത്തുള്ള മാതൃഭൂമിയും 6ാം സ്ഥാനത്തുള്ള ന്യൂസ് മലയാളവും തമ്മിൽ 1 പോയിന്റ് മാത്രമാണ് വ്യത്യാസം. മുൻവാരം 29 പോയിന്റായിരുന്ന ന്യൂസ് മലയാളത്തിന് ഇക്കുറി 33 പോയിന്റുണ്ട്. ചുരുക്കത്തിൽ 4 മുതൽ 6 വരെയുള്ള സ്ഥാനക്കാർ തമ്മിൽ പൊരിഞ്ഞ പോരാട്ടം നടക്കുന്നു. ആഗോള ശബരിമല സംഘവുമായി ബന്ധപ്പെട്ട് വാർത്തകൾ ഉണ്ടായിട്ടും ജനം TVക്ക് കാര്യമായി മുന്നേറ്റം ഉണ്ടാക്കാനായിട്ടില്ല. 20ൽ നിന്ന് 23 പോയിന്റായി ഉയർന്ന ജനം TV 7ാം സ്ഥാനത്താണ്. 16 പോയിന്റുമായി കൈരളി TV 8ാം സ്ഥാനത്തും 11 പോയിന്റുമായി ന്യൂസ് 18 കേരള 11 പോയിന്റുമായി 9ാം സ്ഥാനത്തും മീഡിയ 1 7 പോയിന്റുമായി 10ാം സ്ഥാനത്തുമാണുള്ളത്. നഗരഗ്രാമ വ്യത്യാസമില്ലാതെ ഏത് സമയത്തും പ്രായഭേദമില്ലാതെ മലയാളികൾ വാർത്തകൾ അറിയുന്നത് ഏഷ്യാനെറ്റ് ന്യൂസിലൂടെയാണെന്ന് ബാർക്ക് പ്രേക്ഷക റേറ്റിംഗ് വ്യക്തമാക്കുന്നു. മലയാളിക്ക് ആധികാരികത വാർത്തകൾ ഏത് ചാനൽ കാണണമെന്നതിൽ ഒരു സംശയവും ഉണ്ടായിട്ടില്ല. 1/4 നൂറ്റാണ്ട് പിന്നിട്ട മലയാളിയുടെ വാർത്താശീലം അങ്ങനെ മാറ്റമില്ലാതെ തുടരുകയാണ്. പണം വാരിയെറിഞ്ഞുകൊണ്ടായിരുന്നു റിപ്പോർട്ടർ ചാനലിൻ്റെ മാർക്കറ്റിംഗ് തന്ത്രം. കേരള വിഷൻ്റെ ലാൻഡിംഗ് പേജ് കോടികൾ കൊടുത്ത് വാങ്ങിയതിനു ശേഷമാണ് റിപ്പോർട്ടർ TV മുന്നോട്ട് കയറിയത്. ഏഷ്യാനെറ്റ് ന്യൂസിനെ വെല്ലുവിളിക്കാൻ കോടികൾ ഇറക്കിയായിരുന്നു കേരള വിഷനിൽ റിപ്പോർട്ടർ ചാനൽ തന്ത്രം പയറ്റിയത്. കോടികൾ കൊടുത്താണ് കേരള വിഷൻ കേബിൾ നെറ്റ്വർക്കിൻ്റെ ലാൻഡിംഗ് പേജ് റിപ്പോർട്ടർ വാങ്ങിയത്. ഇതോടെ TV ഓൺ ചെയ്താൽ ആദ്യം എത്തുക റിപ്പോർട്ടർ ചാനലാണ്. ഇതോടെയാണ് റിപ്പോർട്ടർ മുന്നോട്ട് പോയത്. വാർത്തയെ പൊലിപ്പിച്ചുകൊണ്ടുള്ള വാർത്താ ശൈലിയാണ് റിപ്പോർട്ടറിന്. ഈ ശൈലിക്ക് അടിതെറ്റുന്നുവെന്നതാണ് ബാർക്ക് റേറ്റിംഗിൽ നിന്നും വ്യക്തമാകുന്നത്.